ഹലോ നമസ്കാരം. റിവ്യൂ പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് ലാലേട്ടൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട്. കുറച്ച് പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. അപ്പം വെൽക്കം ടു വിബി ടോക്സ്. അപ്പം നമ്മൾ ലാലേട്ടൻ്റെ പ്രമോ ആണ് ആദ്യം വന്നിട്ടുള്ളത്. ഇന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. കാരണം പ്രേക്ഷകർ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായിരുന്നു ഇന്ന് ലാലേട്ടൻ്റെ പ്രമോ. ആ പ്രമോ ഈ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഇത്രയും വൈറലാകാൻ കാരണമെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അതിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റുകളാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം PR വർക്ക് കൊണ്ട് അവിടെ മത്സരാർത്ഥികളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ്. PR വർക്കുകൾ കൊണ്ട് ക്വാളിറ്റിയുള്ള കണ്ടന്റ് നൽകുന്ന അർഹതയുള്ള മത്സരാർത്ഥികൾ പുറത്തേക്ക് പോകുന്നു, അർഹതയില്ലാത്ത മത്സരാർത്ഥികൾ PR വർക്ക് കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ ആ കളി ഈ തവണ നടക്കില്ല. രണ്ടാമത്തെ കാര്യം, സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാർ അങ്ങനെ സേഫ് ഗെയിം കളിക്കാമെന്ന് വിചാരിക്കേണ്ട, അതെല്ലാം പൊളിക്കും എന്നുള്ളതാണ്. അതായത് ഈ പ്രമോസ് സാധാരണ ബിഗ് ബോസ് സീസൺ നടക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ സാറ്റർഡേ ഒരു ഉച്ചയാകുമ്പോഴായിരിക്കും പ്രമോ വരിക, അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോൾ പ്രമോ വരും സാറ്റർഡേയുടെ എപ്പിസോഡിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ സൺഡേ എപ്പിസോഡിൻ്റെ. പക്ഷെ അതിന് മുമ്പേ ഒരു വാർണിംഗ് ആയിട്ട് തന്നെ ലാലേട്ടൻ്റെ പ്രമോ കൊടുത്തിട്ടുണ്ട്. അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ആരൊക്കെ PR വർക്ക് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ അവരുടെ PR വർക്കുകൾ പുറമെ നടക്കും, അപ്പം അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടനും ടീമും എടുത്തിട്ടുണ്ട്. അത് കിഡിലനായിട്ടുണ്ട്. ആ കമൻറ്റ് ബോക്സ് നിറച്ചും ഈ PR വർക്കിനെ പറ്റിയിട്ടുള്ള കമൻറ്റുകളാണ്. അവരിഷ്ടപ്പെടുന്ന മത്സരാർത്ഥികളുടെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഗെയിം കളിക്കുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഒരു 18 പേരുള്ളിൽ ഏകദേശം ഒരു 10 പേരോളം നല്ല കൃത്യമായിട്ട് അവരുടെ ഗെയിം കളിക്കുന്നുണ്ട്. കുറച്ച് പേര് സേഫ് ഗെയിം കളിക്കുന്നുണ്ട്, കുറച്ച് പേര് ആക്റ്റീവ് ആകാതെ ഞങ്ങളൊന്നും ഇല്ലേ, ഞങ്ങൾ പാവങ്ങൾ ഇവിടെ ഇരുന്നോളാമേ എന്നുള്ളൊരു മട്ടിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ കുറേ പേര് അങ്ങോട്ട് ചൊറിഞ്ഞാലേ മിണ്ടുള്ളൂ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡിനെ പറ്റി സംസാരിക്കാം. എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം രാവിലത്തെ പാട്ടിനൊക്കെ ശേഷം ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ട് ഉള്ളത് പറയുകയാണെങ്കിൽ ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഷാനവാസും ബിൻസിയും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വഴക്ക്. ആ വഴക്ക് പിന്നീട് ബിൻസിയും അതുപോലെ തന്നെ നിവിനിലേക്ക് മാറുന്ന ഒരു ഇൻസിഡൻറ്റ് വരുന്നുണ്ട്. അതായത് നോമിനേഷനും പരിപാടികളും നടക്കുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിലിംഗ് വരാം, എങ്കിലും വഴക്ക് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു പോകാം. ഇപ്പം ബിൻസിയും ഷാനവാസും തമ്മിൽ തർക്കിക്കുന്നത് ബിൻസിനെ ജയിൽ നോമിനേഷനിലേക്ക് കൊടുത്തു. നെയിം നോമിനേഷനിൽ ബിൻസിയുടെ പേരാണ് ഷാനവാസ് പറഞ്ഞത്. അപ്പോൾ ഷാനവാസ് പറയുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടാസ്ക് മുമ്പ് പോകുന്നുണ്ട്, അതായത് രാത്രിയിൽ ഈ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ, ബിഗ് ബോസിൽ നിൽക്കാൻ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിൽ ഷാനവാസ്, മിഷേൽ, അതുപോലെ തന്നെ ബിൻസി, പിന്നെ ഉള്ളത് ചൈത്യ, ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ആ കുറേ പേര് രാത്രി പുറത്താണ് കിടക്കുന്നത് ഒക്കെ ചെയ്യുന്നത്. അപ്പം അവിടെയും ഒരു ഗെയിം ഉണ്ട്. വേണമെങ്കിൽ ഇവരെ അവിടെ വെച്ചിരിക്കുന്ന റെഡ് പൊസിഷനിൽ എത്തിച്ച് കഴിഞ്ഞാൽ, ഉറക്കം എണീക്കാതെ തന്നെ റെഡ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് വിടാം എന്നുള്ളൊരു നല്ലൊരു പവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതാരും യൂസ് ചെയ്യുന്നില്ല, മത്സരാർത്ഥികളും യൂസ് ചെയ്യുന്നില്ല, ഈ പുറത്ത് കിടക്കുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഷാനവാസ് ഉറങ്ങുമ്പോൾ ഇവർ ടീം ഇടുന്നുണ്ട്. പിന്നെ അപ്പാനി ശരത്തും ടീമും കൂടെ ഇവരേക്ക് ഇൻവോൾവ് ചെയ്തിട്ട് ഇവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ചൈത്യനെ ഏകദേശം കൊണ്ടുപോയില്ല എന്നൊരവസ്ഥയിൽ കൊണ്ടുവന്നു. പക്ഷേ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പുറത്താക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അവിടെ ബിൻസി പറയുന്നുണ്ട്, നിങ്ങൾ മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങുന്ന വ്യക്തിയാണ്, നിങ്ങളെ വേണമെങ്കിൽ ഞങ്ങൾക്ക് പുറത്താക്കരുത്, പക്ഷെ ഞങ്ങളൊരു മാനുഷിക പരിഗണന വെച്ചിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് കാവരുത്, മറ്റുള്ള ആൾക്കാർ നിങ്ങളെ ആക്രമിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാവൽ ഞാൻ ഇരുന്ന വ്യക്തി, എന്നിട്ട് നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞു, നിങ്ങളൊരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്ക്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലേക്കാണ് നിവിൻ വന്ന് പറയുന്നത്. നിവിൻ്റെ അടുത്തും പോയിട്ട് RJ ബിൻസി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ബഫൂണിനെ പോലെ ഉണ്ട്, ഡ്രസ്സിന് വേണ്ടിയിട്ട് എനിക്ക് ഈ ഡ്രസ്സപ്പ് ചെയ്യണം, എനിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് നടക്കുന്ന നിനക്കൊരു ക്വാളിറ്റി ഇല്ല, അങ്ങനെയാണ് നിന്നെ കാണാൻ ബഫൂണിനെ പോലെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ആ പറഞ്ഞതൊക്കെയും ഭയങ്കര മോശമായിട്ടുള്ള ഒരു വ്യക്തിനെ
ഞാൻ അത്തരത്തിൽ ബഫൂണിനെ പോലുണ്ട്, അങ്ങനെയുണ്ട്, നിൻ്റെ വീട്ടിൽ പോയി പറയടാ എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമുണ്ടോ എന്ന് അറിയില്ല. ഇപ്പം ഷാനവാസും ബിൻസിയും സംസാരിക്കുന്ന സമയത്ത് ഡാന്ന് വിളിച്ചു, അത് കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. നിൻ്റെ വീട്ടിൽ പോയി വിളിക്കടാ, ഡീന്ന് വിളിച്ചപ്പോൾ നിൻ്റെ വീട്ടിൽ പോയി വിളിക്കടാ എന്ന് പറയുന്നു. എന്നിട്ട് ഇതേ ബിൻസി തന്നെ ഡാ എന്ന് പറയുമ്പോഴത്തേക്കും അത് നീ നിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഈ ഡാ ഡി എന്നൊക്കെ വിളിച്ചതിനൊക്കെയാണ് വഴക്കുണ്ടാക്കുന്നത് അവിടെ. അങ്ങനെ കുറച്ച് കണ്ടന്റ് പോയി. അതിനകത്ത് ആദ്യമേ നിവിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, നിവിൻ ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നിവിന് കൊടുക്കുന്ന എല്ലാം യൂണിഫോം പോലത്തെ കുറച്ച് ഡ്രസ്സുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കോമഡി ആയിട്ട് തോന്നും. അതിൻ്റെ കൂടുതൽ ബിഗ് ബോസിൻ്റെ സീലും ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നിവിനെ കാണുമ്പോൾ ഒരു ചിരി വരും. ഈ സ്കൂൾ കുട്ടികൾ യൂണിഫോം ഇട്ട് നഴ്സറി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്നിട്ട് ചെന്ന് ക്യാമറമാൻ പറയാറ്, പ്ലീസ് എനിക്കൊന്ന് കുറച്ച് ഡ്രസ്സ് തരും, ഞാനൊരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്, അല്ലെങ്കിൽ സോറി ഫാഷൻ ഡിസൈനറാണ്, എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ കണ്ടാൽ എൻ്റെ ക്ലയൻറ്റ്സ് എന്നെ മോശം പറയും, എനിക്കൊന്ന് തരുമോ പ്ലീസ്. എന്നിട്ട് ഓരോ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് പറയാണ്, ഞാൻ അവിടെ കംപ്ലയിൻറ്റ് പറയാൻ വന്നപ്പോൾ എന്നെ നോക്കിയില്ല, ഇപ്പം ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, എനിക്ക് നിന്നെ കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയാണ്. പക്ഷെ ഒടുവിൽ ടാസ്ക് ഒക്കെ വിൻ ചെയ്തത് ബാഡ്ജ് കയ്യിലെത്തിച്ച് നിവിൻ ആ ഡ്രസ്സൊക്കെ റെഡിയാക്കി നിവിൻ വന്ന ഉടനെ നല്ല കുട്ടപ്പനായിട്ട് കുളിച്ച് ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ വഴക്ക് നടക്കുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ സംസാരം പോകുമ്പോൾ ഈ അക്ബർ ഖാനും അതുപോലെ തന്നെ മിഷേലും ഒക്കെ തമ്മിലിട്ട് വഴക്കുണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ സ്ഥിരമാണ്. മിഷേലിനെ കുറേ പേര് മലയാളം അറിയാത്തതിൻ്റെ പേരിൽ കുറേ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ മലയാളം അറിയത്തില്ല എന്നുള്ളൊരു ഫാക്റ്റാണ്, ആ സത്യം എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അതിൻ്റെ പേരിൽ അവരെ വീണ്ടും വീണ്ടും ചൊറിയാന്നുള്ളത് ഒരു നല്ല പ്രവണതയായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ നൈറ്റ് കണ്ട്, അത് BB+ കണ്ടിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ അപ്പാനി ശരത്ത് സ്വന്തം സ്റ്റോറി പറയുന്നുണ്ട്. അത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. അപ്പാനി ശരത്തിൻ്റെ അച്ഛൻ ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് മരിച്ചു പോയതാണ്. പിന്നീട് സ്വന്തം അച്ഛൻ മരിച്ചെന്ന് പോലും തോന്നിക്കാതെ അത്രയും സ്നേഹത്തോടെ ഒരു അച്ഛൻ ലൈഫിലേക്ക് വന്നു. ആ അച്ഛനാണ് ഇന്നുവരെയും കൂടെയുള്ളത്. എൻ്റെ അച്ഛനെ ഞാൻ സ്വന്തം അച്ഛനെ ഒന്ന് കാണാനോ അച്ഛൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാനോ ആ ഹാപ്പി മൊമെൻറ്റിൽ എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റോറി ആദില നൂറ ടീമിനോട് പറയുന്നുണ്ട്. അത് ഭയങ്കര ടച്ചിങ് ആയി തോന്നി. ഇപ്പോൾ സ്വന്തം ഫാദർ പോവാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും സ്ഥിരമായിട്ട് ഇവരെല്ലാം ചെന്ന് ബഹളം ഉണ്ടാക്കുന്നത് നമ്മുടെ അനീഷിനോടാണ്, നമ്മുടെ കോമഡർ അനീഷിനോട് ശരിക്കും അനീഷിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഉണ്ട്. എന്നാൽ തെറ്റില്ലേന്ന് ചോദിച്ചാൽ തെറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അനീഷ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും അനീഷ് ഒരു ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻസി മായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനായിട്ടുണ്ട്, അത് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ കണ്ടത് സാധാരണ ബിഗ് ബോസ് ഷോയിൽ ഏകദേശം ഒരു മിഡൊക്കെ ആകുമ്പോഴാണ് ഫുഡിന് ഇത്രയും ക്ഷാമം വരുന്നത്. പക്ഷേ ഈ ആഴ്ച ഫസ്റ്റ് വീക്കിൽ തന്നെ ഫുഡ്, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയിട്ടുള്ളൂ, ഇനി അവർക്ക് ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടി മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് വേണം സർവൈവ് ചെയ്യാൻ. ഇനി സൺഡേ എപ്പിസോഡുണ്ട്, സാറ്റർഡേ എപ്പിസോഡുണ്ട്. സാറ്റർഡേ സൺഡേ അവർക്ക് കിട്ടും, എങ്കിൽ പോലും അതുവരെ എത്താനായിട്ടുള്ളവർക്ക് ഫുഡില്ല എന്നുള്ളതാണ് അത് കണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് അക്ബർ ഖാനാണ് ശരിക്കും ഈ ഗോൾഡ് കോയിൻ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഈ പണി റൂമിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അക്ബറെ ഡ്രസ്സൊക്കെ ശരിയാണ്, നമുക്ക് ഒരെണ്ണമെങ്കിലും ബിഗ് ബോസ് തരുന്നുണ്ടല്ലോ, അത് നമുക്ക് മാറ്റി യൂസ് ചെയ്യാം, പക്ഷെ നമുക്ക് ഫുഡില്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് നടക്കുന്ന കാര്യമാണോ എന്ന് അറിയില്ല, നിങ്ങൾ അതനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അക്ബർ ഒരു നല്ലൊരു രീതിയാണ് അവിടെ കാണിച്ചത്. അക്ബർ പണി റൂമിൽ പോയിട്ട് ഫുഡ് ഐറ്റംസാണ് കൂടുതലും പ്രിഫർ ചെയ്തത്. മാക്സിമം അവർ കൊണ്ട് എത്തിക്കാനായിട്ടുള്ള ശ്രമിച്ചു. പക്ഷെ അതിനകത്തും ബിഗ് ബോസിൻ്റെ പണി അവിടെ നടന്നു. ബിഗ് ബോസ് ചെറിയ ഐറ്റംസാണ് അവിടെ വെച്ചത്. അതിൻ്റെ ക്വാണ്ടിറ്റിയും വളരെ കുറവാണ്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ ചെറിയ രീതിയിലൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജയിൽ നോമിനേഷനാണ് വരുന്നത്. ജയിൽ നോമിനേഷനിൽ പലരും പല കാര്യങ്ങളും പറഞ്ഞു. അതിൽ പലതും കണക്റ്റിംഗ് അല്ല എങ്കിലും
അപ്പാനി ശരത്തും അതുപോലെ തന്നെ അനുക്കുട്ടിയുമാണ് ജയിലിലേക്ക് പോകുന്നത്. ബിഗ് ബോസിന്റെ ആദ്യത്തെ ജയിൽ പുള്ളികൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പാനി ശരത്തും അനുമോളുമാണ്. ശരിക്കും പറഞ്ഞാൽ അപ്പാനി ശരത്ത് നല്ലതായിട്ട് ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ് ഈ വീക്കിൽ. ജെന്യുവൻ ആയിട്ട് നിന്ന് നല്ല രീതിയിൽ ഗെയിം കളിച്ചാണ്. പക്ഷെ ഇവർ എന്തുകൊണ്ട് അപ്പാനി ശരത്തിനെ ജയിലിലേക്ക് വിട്ടു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പൂർണ്ണ രൂപം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വ്യക്തമല്ല. കാരണം ചിലർ പറയുന്നു ചൊറിഞ്ഞു വഴക്കുണ്ടാക്കി, ഗ്രൂപ്പിസം ഉണ്ടാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷേ നമ്മുടെ ഗെയിം നമ്മൾ കളിക്കണം. ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്ന, ഒരു പരിധിവരെ ഗ്രൂപ്പിൽ ഉണ്ടാക്കി നിൽക്കുക എന്നുള്ളതാണല്ലോ വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പം അപ്പാനി ശരത്തിനെ ജയിലിലാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അനുമോൾ എന്തായാലും കുറച്ച് ഡൗൺ ആയിരുന്നു, പക്ഷെ എന്നാലും എവിടെയെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അനുമോൾ ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അക്ബർ ഖാൻ്റെ നോട്ടം ശരിയല്ല, അതുകൊണ്ട് അവനെ എനിക്കിഷ്ടമല്ല എന്നുള്ളൊരു കാര്യം. അത് എന്താണ് അനുമോൾ ഉദ്ദേശിച്ചതെന്ന് പൂർണ്ണമായിട്ട് കൺവേ നമുക്കാവുന്നില്ല. എങ്കിൽ പോലും ഒരു വ്യക്തിയുടെ നോട്ടം ശരിയല്ല, ഒരു പെൺകുട്ടിയുടെ നേരെയുള്ള നോട്ടം ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അത് പല രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കും. പുറത്ത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ അതൊരു ചർച്ചയായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യം അനുമോൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒരു പക്ഷേ ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കട്ടെ എന്താണ് കാരണമെന്ന്. നമ്മളെല്ലാവരും കാണുന്നതാണ്, അക്ബർ ഫാമിലിയായിട്ടൊക്കെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പക്ഷെ അത് എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ അത് പറഞ്ഞ് സംസാരിക്കും എന്നൊന്നും അറിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ അപ്പാനി ശരത്ത് ചെറിയൊരു കുസൃതി കാണിച്ചിട്ടുണ്ട്. അവിടെ നമുക്കറിയാം ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ലിപ്സ്റ്റിക്കോ മേക്കപ്പോ സ്പ്രേയോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ക്യാപ്റ്റനോട് പറയുന്നുണ്ട്, നിലവിൽ ആരെങ്കിലും വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ വെക്കണം, റൂമിൽ കൊണ്ട് വെക്കണം, അത് ക്യാപ്റ്റൻ തന്നെ കണ്ടുപിടിച്ച് പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പം ക്യാപ്റ്റൻ തന്നെ കണ്ടുപിടിക്കാൻ പറയും. ക്യാപ്റ്റൻ പലരോടും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പിന്നെ പറയുന്നുണ്ട്, ക്യാപ്റ്റനോടല്ല കണ്ടുപിടിക്കാൻ പറയാം, ഞങ്ങൾ പറഞ്ഞല്ലോ പറയിപ്പിക്കണ്ടേ, നിങ്ങൾ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പാനി ശരത്തും അങ്ങനെ ഒരു സാധനം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് പറയുന്നു, അതെ ഞാൻ ഒരു ചെറിയ സ്പ്രേ അവനോട് മേടിച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് അവിടെ റൂമിൽ പറയാനുള്ള ഒരു അവസരം കിട്ടിയില്ല. പക്ഷെ ലാലേട്ടൻ ചോദിക്കും, എനിക്കറിയാം എന്താ മോനെ നീ സ്പ്രേ അടിച്ചോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നുണ്ട്. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഷാനവാസ്, ബിന്നി, അതുപോലെ തന്നെ ഒരാളും കൂടെ ഉണ്ട്. 3 ആളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ വിജയിച്ചിരിക്കുന്നത് ഷാനവാസാണ്. ആ ഗെയിമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല രീതിയിലാണ് അവർ പ്ലേ ചെയ്തത്. കണ്ണ് കെട്ടിയിട്ടാണ് പോയി നിലവിൽ അവിടെ ഗെയിം കളിക്കേണ്ടത്. അപ്പം ആദ്യമേ ക്യാപ്റ്റൻ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് ആ പ്രോപ്പർട്ടി വരെ നശിപ്പിച്ചു. എന്നിട്ട് ഗെയിം നിർത്തി വെച്ചിട്ടാണ് വീണ്ടും ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഷാനവാസാണ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഇനിയാണ് ശരിക്കും ഷാനവാസിൻ്റെ കളി എന്താണെന്ന് അറിയേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വന്നിരിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് അനീഷിനോട്, നീ ഇനി ക്യാപ്റ്റൻ അല്ല, നീ വെറും മത്സരാർത്ഥിയാണ്, ഇനി നിന്നെ ഞങ്ങൾ ഗെയിം കളിപ്പിച്ചോളാം എന്നുള്ളൊരു സാധനം എല്ലാവരും കൂടെ പറയുന്നുണ്ട്. ഇനി കഴിഞ്ഞിട്ട് നമുക്ക് ജയിലിലെ ടാസ്കിലേക്ക് പോവുകയാണെങ്കിൽ ജയിൽ വേഷമൊക്കെ അണിഞ്ഞ് അനുക്കുട്ടിയും അതേപോലെ തന്നെ അപ്പാനി ശരത്തും ജയിലിൽ പോകുന്നുണ്ട്. അവർക്ക് ജയിലിൽ കിട്ടിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഈ അപ്പാനി ശരത്തും അനുമോളും കൂടെ നമ്മുടെ മമ്മൂക്കയുടെ മതിലുകൾ എന്ന സിനിമയിലെ ഒരു പോർഷൻ ഇമിറ്റേറ്റ് ചെയ്യാണ്. ആ ഡയലോഗൊക്കെ എന്ത് രസമായിട്ടാണ്. എൻ്റെ നാരായണി നീ ചപ്പാത്തി ഉണ്ടാക്കാണോ, നിനക്ക് ഈ ജോലി കഠിനമാണോ നാരായണി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം തിരിച്ച് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ കൂടെ ഉള്ളിടത്തോളം കാലം ഇതെനിക്കൊരു പണിയല്ല, പക്ഷെ എനിക്ക് മറ്റുള്ളവരൊരു പണി തന്നു കഴിഞ്ഞാലാണ് അത് പ്രശ്നമാകുന്നത്. എന്നിട്ട് അപ്പാനി ശരത്ത് തിരിച്ച് പറയാണ്, നാരായണി ഇതൊരു പണിയല്ല, പക്ഷെ നീ എനിക്ക് പണി തരാതിരുന്നാൽ മതി എന്നൊക്കെയുള്ള ഭയങ്കര നല്ല രസമായിട്ട് ആ ഒരു പ്ലേ അവർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടം തോന്നും. ഈ ഒരു നമുക്ക് ഓൾറെഡി അറിയാം മമ്മൂക്കായും KPC ലളിതയും കൂടെ അഭിനയിച്ച് വെച്ചിട്ടുള്ള നല്ലൊരു സിനിമയുടെ പോർഷനാണ് അത്. ജയിലിനുള്ളിൽ തന്നെ ഒരു റീപ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇനിയിപ്പം നാളെ സാറ്റർഡേ ആണ്, ലാലേട്ടൻ വരുന്ന ഫസ്റ്റ് വീക്കാണിത്. നമുക്ക് ഓൾറെഡി ഇന്നൊരു പ്രമോ വന്നു. അപ്പം നാളെ നല്ല ഫയറായിരിക്കുമെന്ന് നമുക്ക് 100% അറിയാൻ പറ്റും. അപ്പം നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്.
പിന്നെ പ്രത്യേകം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്, ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം. ലാലേട്ടൻ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്ന ആളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ആളെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. അപ്പം ബിഗ് ബോസിൻ്റെ അടുത്ത ദിവസത്തെ നാളെ ഫയർ റിവ്യൂമായിട്ട് വീണ്ടും കാണാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.